ഹായ് ഡിയേഴ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. അപ്പം മാരേജിൻ്റെ ഫുഡൊക്കെ അടിച്ച് ഉച്ചയ്ക്ക് കിടന്നുറങ്ങി എഴുന്നേറ്റ് വൈകുന്നേരമായി 4-5 മണിയായി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇവിടെ ഒരു ചായ പതിവാണ്. അപ്പോൾ നമ്മൾ ചായ എടുത്തതാണ്. ചിലവരൊക്കെ ചായനകത്ത് പാലും ചായ സെപ്പറേറ്റ് തിളപ്പിച്ചിട്ടാണല്ലേ. ഞാൻ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എളുപ്പപ്പണിക്ക് ഈ തിളച്ച ചായയിലേക്ക് തിളപ്പിക്കാത്ത പാൽ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ ലാസ്റ്റ് ഒന്നിച്ച് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ചായയാക്കും. ഫുള്ള് എളുപ്പപ്പണിയാണ്. പിന്നെ വൈകുന്നേരമായി ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി. കൊച്ചിനെ കൊണ്ട് ചെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ സമയം 5 മണിയായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വെയിലാണ്. വെയിലൊക്കെ പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു 6 മണിയൊക്കെ ആവും വെയിൽ കുറയണേ തന്നെ. മുറ്റത്ത് എന്തൊക്കെയോ വെയിൽ കൊള്ളാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് കണ്ണങ്കായാണേ. കുഞ്ഞു പിള്ളേർക്ക് കുറുക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇസുവിന് വേണ്ടി ഇത് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. 2 ദിവസമായിട്ടിട്ട്. ഇപ്പം അത് കറക്റ്റ് പിടിവിടാന്ന് കിട്ടുന്നുണ്ട്. പൊടിക്കാൻ പാകത്തിനുള്ള ഇതായി. അതെടുത്ത് തണുപ്പ് കയറാതെ ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണ്. കുറച്ച് ഇപ്പോൾ എടുത്ത് പൊടിക്കുന്നുണ്ട്. ബാക്കി അതുപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ അകത്ത് ആവശ്യാനുസരണം എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വെക്കുകയാണ്. അതുപോലെ പാവയ്ക്ക വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക ഇപ്പം എടുത്തു വെക്കാനുള്ള പരിവായി. ഞാൻ പിന്നെ അരിഞ്ഞപ്പം കുരുവും കൂടെ അരിഞ്ഞിടുക ചെയ്തത്. അപ്പം കൊണ്ടാട്ടം ആക്കുമ്പോൾ നല്ല ഇതല്ലേ, അത് എണ്ണയിൽ വറുത്ത് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ കടിക്കാൻ. അതുകൊണ്ട് അങ്ങനെയാക്കി. ഇത് കണ്ടോ, മമ്മി കണ്ണങ്കായ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മുത്താരക്കുറുക്ക് ആക്കുന്ന പോലെ ഈ കുറുക്ക് ഒരു നേരം അവന് കൊടുക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം അല്ലേ, നമ്മുടെ പറമ്പിൽ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു. ആ കപ്പ വെച്ചിട്ട് ചെണ്ടം പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പേ കെട്ടിന്ന് വൈകുന്നേരം ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുഴുങ്ങി ജസ്റ്റ് കാന്താരിമുളക് വെച്ചിട്ട് കാന്താരിമുളക് പൊട്ടിച്ചതും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് വൈകുന്നേരം അതായിരുന്നു ഫുഡ്. ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും കാന്താരിമുളക്, ഇടയ്ക്ക് കുറച്ച് ചേമ്പിൻ്റെ കഷ്ണവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് പുഴുങ്ങാണ് ചെയ്തത്. പിന്നെ രാത്രിയായി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. അപ്പോഴത്തേക്ക് അവന് ഡ്രസ്സ് ഇടാനും സമ്മതിക്കുന്നില്ല, കിടക്കാനും യാതൊരു ഉദ്ദേശവും ഇല്ല. ഇരുന്ന് കളിയോട് കളിയാണ്. എന്തൊക്കെ ഇങ്ങനെ ഒരു മണിക്കൂറോളൊക്കെ കടന്ന് കളിച്ച് പിന്നെ ഒന്ന് കുറച്ച് നേരം ഉറങ്ങാൻ കിടത്തി കഴിയുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഇത് തന്നെ കളിയോട് കളി. ഭയങ്കര സന്തോഷത്തിലാൾ. രാത്രിയിലാണ് അവൻ ഏറ്റവും കൂടുതൽ സന്തോഷം. ബാക്കിയുള്ളവർ കിടന്ന് ഉറങ്ങുന്ന നേരത്ത് അവൻ ഉറങ്ങണ്ട, അവനിങ്ങനെ കളിക്കണം. ബെഡ്ഷീറ്റൊക്കെ കുത്തിക്കൂട്ടി വായിക്കുള്ള തേനും ഒലിപ്പിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഡ്രസ്സ് ഇടിക്കാൻ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം കിടന്ന് കയറുവേ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം.